നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. കണ്ണൂരിൽ ഗുരുദേവ പ്രതിമ തകർത്ത സംഭവത്തിൽ വിവാദം മുറുകുന്നു. പിടിയിലായ RSS പ്രവർത്തകരെ പോലീസ് ജാമ്യത്തിൽ വിട്ടു. പോലീസ് RSS ഒത്തുകളിയെന്ന് CPIM. പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന് BJP. നിശ്ചല ദൃശ്യ വിവാദത്തിൽ ജാഗ്രത കുറവുണ്ടായെന്ന് CPM കേന്ദ്ര നേതൃത്വം. ഭരണ തീരുമാനങ്ങൾ വിവാദത്തിലേക്ക് പോകരുതെന്ന് KPCC. തെരഞ്ഞെടുപ്പ് സമയത്ത് പരസ്യ പ്രസ്താവന പാടില്ല. പാർട്ടി നിലപാടിൽ നിന്ന് വ്യതിചലിച്ചാൽ വക്താക്കളെ വിശദീകരണം ചോദിക്കാതെ പുറത്താക്കുമെന്ന് VM സുധീരൻ. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് സോണിയാഗാന്ധി 1 വർഷം കൂടി തുടരും. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ അവസരമായി കാണണമെന്ന് വ്യവസായ പ്രമുഖരോട് പ്രധാനമന്ത്രി. വൻകിട പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നത് ചർച്ച ചെയ്തു. രാജ്യത്തിന്റെ സമ്പദ്സ്ഥിതി സുസ്ഥിരമെന്ന് അരുൺ ജെയ്റ്റ്ലി. ബാംഗ്ലൂരിൽ 3 കുട്ടികളെ കൊന്ന് മാൻഹോളിൽ തള്ളി. കൊലക്കുട്ടികളുടെ അമ്മയെ വിവാഹം കഴിക്കുന്നതിന്. പയ്യന്നൂർ ഹക്കിം വധക്കേസ് CBIക്ക് വിടാൻ ഹൈക്കോടതി ഉത്തരവ്. നടപടി ഭാര്യയുടെ ഹർജിയിൽ. കാസർഗോഡ് ബാങ്ക് കവർച്ച പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. നേതൃത്വം DYSPക്ക്. പ്രതിഷേധവുമായി ഇടപാടുകാർ ദേശീയപാത ഉപരോധിച്ചു. കണ്ണൂർ നങ്ങാരത്ത് പിടികയിൽ ശ്രീനാരായണ ഗുരു പ്രതിമ തകർത്ത സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളെ പോലീസ് ജാമ്യത്തിൽ വിട്ടത് വിവാദമായി. RSS പ്രവർത്തകരായ 3 പ്രതികളെയാണ് ചോദ്യം ചെയ്യൽ പോലും നടത്താതെ പോലീസ് വിട്ടയച്ചത്. RSSും പോലീസും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതിന് പിന്നിലെന്ന് CPIM പ്രതികരിച്ചു. ആരോപണം കല്ലുവെച്ച നുണയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ പറഞ്ഞു. RSS പ്രവർത്തകരായ റിജിൽ, പ്രശോഭ്, വൈശാഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് ജാമ്യത്തിൽ വിട്ടത്. വർഗീയ കലാപത്തിനു പോലും വഴിവെക്കുന്ന സംഭവത്തിൽ പിടിയിലായവരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി ചോദ്യം ചെയ്യാതെ വിട്ടയച്ചത് വ്യാപക പ്രതിഷേധത്തിനും കാരണമായി. RSSന്റെ തടവറയിലായതുകൊണ്ടാണ് ഗുരുപ്രതിമ തകർക്കപ്പെട്ടിട്ടും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കാത്തതെന്ന് CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ തുറന്നടിച്ചു. അദ്ദേഹത്തിൻ്റെ RSS വിധേയത്വമാണ് ഇത് തെളിയിക്കുന്നത്. സംഘപരിവാരത്തിൻ്റെ തടവറയിലാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിയുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. എന്നാൽ SNDP ആരുടെയും തടവറയിലല്ലെന്ന് തുഷാർ വെള്ളപ്പള്ളി തിരിച്ചടിച്ചു. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കും. SNDP യോഗം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും തടവറയിലല്ല. അതേസമയം പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചത് തെറ്റായിപ്പോയെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് K സുരേന്ദ്രനും പ്രതികരിച്ചു. FIR എടുക്കാതെ അവരെ വിട്ടയച്ചു എന്ന് പറയുന്നത് ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. ബോധപൂർവം അക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന RSSന് പോലീസ് ഒത്താശ ചെയ്യുകയാണെന്ന് കോടിയേരിയും നിശ്ചല ദൃശ്യത്തിന്റെ പേരിൽ വികാരം കൊണ്ടവർ മിണ്ടുന്നില്ലെന്ന് പിണറായി വിജയനും പ്രതികരിച്ചു. ഇത് ഔപചാരികമല്ലേ എന്നായിരുന്നു VS അച്യുതാനന്ദന്റെ പ്രതികരണം. എന്നാൽ ഗുരുപ്രതിമ തകർത്തതിന് പിന്നിൽ BJP ആണെന്ന പ്രചാരണം കല്ലുവെച്ച നുണയാണെന്നും കൃഷ്ണപിള്ള സ്മാരകം തകർത്ത CPMന് ഗുരുപ്രതിമ ഒന്നുമല്ലെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൃഷ്ണപിള്ളയുടെ പ്രതിമ അടക്കം തകർക്കാമെങ്കിൽ ശ്രീനാരായണ ഗുരു അവരെ സംബന്ധിച്ചോളം വളരെ നിസ്സാരമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം കണ്ണൂരിൽ നിന്നും K ശശീന്ദ്രൻ, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം BJP നേതാവ് MT രമേശ്, AN ഷംസീർ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം AN ഷംസീർ, ഇവിടെ നങ്ങാരത്ത് പീടികയിൽ ഒരു അക്രമ സംഭവം നടന്നു. അവിടെ BJP പ്രവർത്തകർ അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്തൊരു സ്തൂപമുണ്ടായിരുന്നു, അത് തകർത്തിട്ടുണ്ട്. പോലീസ് അതിനെതിരെയാണ് നടപടിയെടുത്തിട്ടുള്ളത്. അതല്ലാതെ ഗുരുദേവ പ്രതിമ തകർത്ത സംഭവം ഉണ്ടായിട്ടില്ല, അതിനെതിരെ കേസെടുക്കുകയും ഉണ്ടായിട്ടില്ല. ഗുരുദേവ പ്രതിമ തകർത്തതിൻ്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള ചാനലുകൾ നിരന്തരം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഈ ഗുരുദേവ പ്രതിമ തകർത്തത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 6-ാം തീയതി വെളുപ്പിനാണ്. സ്തൂപം തകർത്തതും ഈ സംഭവം രണ്ടും രണ്ടാണ്. ഈ ഗുരുദേവ പ്രതിമ ശ്രീമുദ്ര കായിക സാംസ്കാരിക വേദിയുണ്ട്. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നങ്ങാർത്തുപടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സ്ഥാപനമാണ്. അതിൻ്റെ നേതൃത്വത്തിൽ ഞാൻ ഉൾപ്പെടെ ജീവിക്കുന്ന പ്രദേശത്ത് തൊട്ടടുത്താണ്. കുറേ വർഷങ്ങളായി, എത്രയോ കാലമായി അവർ ചതയ ദിനാഘോഷം നടത്തുന്നതാണ്. ചതയ ദിനത്തോട് സദ്യ, പായസം വിതരണം, അതോടൊപ്പം തന്നെ അലങ്കരണം ആഘോഷിക്കാറുണ്ട്. ഇത്തവണയും ചതയ ദിനാഘോഷം CPMന്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ശ്രീമുദ്ര കലാ സാംസ്കാരിക വേദി എല്ലാ കൊല്ലവും ചതയ ദിനം ആഘോഷിക്കാറുണ്ടെന്നാണോ പറയുന്നത്, ആചരിക്കാറുണ്ടെന്നാണോ പറയുന്നത്? CPMന്റെ ഓഫീസാണെന്ന് ആര് പറഞ്ഞു? അത് ശ്രീമുദ്ര കലാകായിക സാംസ്കാരിക വേദിയാണ്. അത് CPMന്റെ ഓഫീസല്ല. CPMന് നങ്ങാരത്തുപുഴയിൽ പാർട്ടി ഓഫീസ് വേറെയുണ്ട്. ഈ CPMന്റെ ഓഫീസാണെന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. CPMന്റെ തകർത്തത് അരിവാൾ ചുറ്റിക എന്ന മനോഹരമായ ഒരു സ്തൂപമാണ്. അതോടൊപ്പം അവിടെ സ്ഥാപിച്ച ജിജേഷ് എന്ന
ഈ നങ്ങാരത്ത് പീടികയിൽ 6 വർഷങ്ങൾക്ക് മുമ്പ് BJP-ക്കാർ കൊലപ്പെടുത്തിയ ജിജേഷിന്റെ സ്മരണയ്ക്ക് വേണ്ടി അവിടുത്തെ നങ്ങാരത്ത് പീടികയിലെ CPIM പ്രവർത്തകന്മാർ സ്ഥാപിച്ച സ്തൂപമാണ് അരിവാൾ ചുറ്റിയ നക്ഷത്രം. അതിനെ തുടർന്ന് അവിടെ ഒരു കൊടിമരമുണ്ട്. പാർട്ടി നേതാക്കന്മാരുടെ അനുസ്മരണ ദിനങ്ങളിലും രക്തസാക്ഷി ദിനങ്ങളിലും അവിടെ കൊടിമരത്തിൽ പതാക ഉയർത്താറുണ്ട്. ആ കൊടിമരവും സ്തൂപവുമാണ് RSSകാർ തകർത്തത്. അതിനെക്കുറിച്ചും ഞങ്ങൾ പരാതി കൊടുത്തു. CPM ബ്രാഞ്ച് സെക്രട്ടറി ഈ ശ്രീമുദ്ര കലാകായിക സാംസ്കാരിക വേദി ആക്രമിച്ചതിനെ കുറിച്ച് പരാതി കൊടുത്തത് അതിന്റെ ഭാരവാഹിയായ ശരത് ശശിയാണ്. ഇവിടെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം, ഈ ഗുരുദേവ പ്രതിമ ഉൾപ്പെടെ വെട്ടിയെടുത്ത് രാഷ്ട്രീയ വർഗീയ സംഘർഷം ഉൾപ്പെടെ ഒരു കമ്മ്യൂണൽ വയലൻസ് ഉൾപ്പെടെ ആസൂത്രണം ചെയ്ത ആ കേസിനകത്ത് കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ പറയുന്നത് ഗൗരവമായ പ്രശ്നം എന്നുള്ളതാണ്. പക്ഷേ ആ ഗൗരവത്തിലല്ല പോലീസ് കൈകാര്യം ചെയ്തത്. മറിച്ച് വൈകുന്നേരം 5 മണിയോടുകൂടി പ്രതികളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു, അവർക്ക് ചായ കുടിപ്പിച്ചു, 10 മിനിറ്റ് കൊണ്ട് ജാമ്യം കൊടുത്ത് വിട്ടിരിക്കുക. വളരെ നിസ്സാരമായി വകുപ്പെടുക്കുന്നു. അതേസമയം അതിൽ CPM-ന്റെ സ്തൂപം തകർത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. നിങ്ങൾ കൊടിമരം പൊരിച്ചതിനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് വിളിപ്പിച്ച് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി MK സിജുവിനെ രാവിലെ 8 മണി മുതൽ പിറ്റേന്ന് വൈകുന്നേരം 5 മണി വരെ പിടിച്ചു വെച്ചു. CPM പ്രവർത്തകന്മാർക്ക് നേരെ രമേശിലേക്ക് പോകേണ്ടതുണ്ട്. MT രമേശ് റെഡിയാണോ എന്ന് അറിയില്ല. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, എന്തുകൊണ്ടാണ് പോലീസ് ഇത്രയും വലിയ അലംഭാവം ഈ വിഷയത്തിൽ കാണിച്ചത്? 143, 147, 148 വകുപ്പുകൾ മാത്രം ചേർത്ത് ഇതൊരു വലിയ വർഗീയ സംഘർഷത്തിനോ സാമൂഹ്യ ലഹളക്കോ ഉള്ള ശ്രമമല്ലേ? അതിന്മേൽ എന്തുകൊണ്ട് പോലീസ് നടപടിയെടുത്തില്ല? നികേഷ്, ഇതിലെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. പരാതിയിലെ ഏത് കുറ്റമാണോ ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നത് അതെങ്ങനെയാണ് ശ്രീ സണ്ണി ജോസഫ് ഈ വിഷയം വരുമ്പോൾ മാത്രം ഒരു പരാതിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? അവിടെ കണ്ടില്ലേ ശ്രീനാരായണ ഗുരുവിന്റെ കൈ തല്ലി ഓടിച്ച് പൊന്തക്കാട്ടിൽ തള്ളിയത്? പോലീസ് നോക്കി നിൽക്കുകയാണോ ഇതൊക്കെ കണ്ടിട്ട്? ഇല്ലില്ല, ഇതിൻ്റെ അകത്തൊരു സംശയം. ഇതിൻ്റെ അകത്ത് ഈ സംഭവം നടന്നത് ഇപ്പം ഷംസീർ പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാവർക്കും അറിയാം. ഇത് പാതിരായുടെ മറവിലാണ്, ഇരുട്ടിൻ്റെ മറവിലാണ്, പാതിരയ്ക്ക് ശേഷമാണ്. ഈ സംഭവത്തിൽ ഈ ആളുകളെ കണ്ട് പ്രതികളുടെ പേര് വെച്ച് പരാതി കൊടുക്കാൻ ആർക്കാണ് സാധിക്കുക? അവരെങ്ങനെ ഈ പേരിലേക്ക് എത്തി? ആര് കണ്ടു എന്ന് അന്വേഷിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് മടങ്ങി വന്നവർ കണ്ടു എന്നാണ് CPM-ന്റെ വേർഷൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇല്ല, ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത് പറയുന്നത് ഞങ്ങൾ തന്നെയാണ് പ്രതികളെ കൊടുത്തത് എന്നാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, അപ്പോൾ ഞങ്ങളാണ് ഈ പ്രതികളെ അങ്ങോട്ടേക്ക് അയച്ചത്. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ അവരോട് പൊയ്ക്കൊള്ളാൻ പറയുന്ന ഒരു സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെയാണോ പോലീസ് ചെയ്യേണ്ടത്? ഇത് BJP അങ്ങോട്ടേക്ക് കൊടുത്ത പ്രതികളാണ്. ഈ പറയുന്ന പ്രതികൾ തന്നെയാണോ യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചൊരു വ്യക്തതയും ഇപ്പോഴില്ല. അവിടെയാണ് ഒരു അലംഭാവം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നത്. CPM ആരോപിക്കുന്നത് ഇത് BJP-യും സംസ്ഥാന ആഭ്യന്തര വകുപ്പും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നാണ്. ഇല്ലില്ല, അങ്ങനെയല്ല. അതിപ്പം ഒരുപക്ഷെ BJP പ്രസിഡന്റ് എൻ്റെ സ്നേഹിതൻ രഞ്ജിത്ത് പറഞ്ഞതിലുള്ള ഒരു വ്യത്യാസമായിരിക്കാം. ഞങ്ങൾ പ്രതികളെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ ഹാജരാക്കാൻ കാരണം എന്താണ്? CPM 10 പ്രതികളുടെ പേര് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്തു. ദേ ആർ ദെയർ ഇൻ ദ അറേ ഓഫ് അക്യൂസ്ഡ്. അവർ കേസിലെ പ്രതികളായിട്ട് FIR-ലുണ്ട്. പ്രതികളുടെ പേര് ചൂണ്ടിക്കാട്ടി കൊടുത്തത്, പേര് എഴുതി കൊടുത്തതും CPM ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ആ പ്രതികളെ BJP-ക്കാരെ സ്റ്റേഷനിൽ ഹാജരാക്കി, സാധാരണ സംഭവിക്കുന്ന പോലെ സ്റ്റേഷനിൽ ഹാജരാക്കി, ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് ജാമ്യം കൊടുത്തു. അതാണ് സ്ഥിതി. അതിനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയൊരു സംഭവമായതുകൊണ്ട് ഒരു ഉയർന്ന പോലീസ് ടീം, ഒരു ഹൈ ലെവൽ സ്പെഷ്യൽ ടീം അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആരാണിത് ചെയ്തത് എന്ന് രാത്രിയുടെ മറവിലായതുകൊണ്ട് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്ത് കൊണ്ടുവരണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയ ആളുകളെയും ചോദ്യം ചെയ്യണം, പ്രതികളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നവരെയും ചോദ്യം ചെയ്യണം. അതിലെ ദൃക്സാക്ഷികളെന്ന് പറയാനുള്ള ആളുകൾക്ക് അവർക്ക് എങ്ങനെ, അതിൻ്റെ അകത്ത് ലീഗൽ പോയിന്റ് ഇതാണ്, അവരെങ്ങനെ ഒരു ചാൻസ് വിറ്റ്നസ്, അവർക്ക് അവിടെ വരാനുള്ള ചാൻസ് എങ്ങനെ? രാത്രിയുടെ മറവിൽ നടന്നൊരു സംഭവമായതുകൊണ്ട് അത്തരത്തിലൊരു വിറ്റ്നസ് പറയുന്നതിനെ ഒരു വളരെ ഗൗരവത്തിൽ മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അതേപടി അവിശ്വസിക്കാൻ വേണ്ട. അതിൻ്റെ വെറാസിറ്റി, നിയമത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയുകയാണ്, അതിൻ്റെ വെറാസിറ്റി, റിലയബിലിറ്റി, അതിനെ സംബന്ധിച്ച് അഡ്മിസബിലിറ്റി, അതൊന്ന് ഗൗരവമായിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് പരിശോധിക്കേണ്ടതാണ്. പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തേണ്ടതും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുരേന്ദ്രൻ, നങ്ങാരത്ത് പീടികയിൽ എന്തിനാണ് നിങ്ങൾ ഗുരുപ്രതിമ തകർത്തത്? ഗുരുപ്രതിമ തകർത്തത് CPIM പ്രവർത്തകരാണ്. എന്തിനാണ് ഞങ്ങളുടെ മേൽ കയറുന്നത്?
ഗുരുപ്രതിമ എവിടെ സ്ഥാപിച്ച ഗുരുപ്രതിമയാ നികേഷ് ഇത്? ഈ കണ്ണൂർ ജില്ലയിലെ ഏത് സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട ഗുരുദേവ പ്രതിമയാ തകർത്തത്? CPM-ന്റെ ഓഫീസിൽ കൊണ്ടുവച്ചിരുന്ന പ്രതിമ അവര് തന്നെ ഇരുട്ടിന്റെ മറവിൽ തകർത്ത് പുറത്തിറങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൃഷ്ണപിള്ളയുടെ സ്മാരക ആരാ തകർത്തത്? അതേ ദിവസം തന്നെ ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ തകർത്തില്ലേ? ഈ ചരിത്രം ആർക്കാ ഉള്ളത്? ഇവിടെ കാരായി രാജനും കാരായി ചന്ദ്രശേഖറും ജയിലിൽ കിടക്കുന്നു. എന്താ? ഫസൽ വധം RSS ആണെന്നല്ല നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. ആദ്യം RSS-ന്റെ പേരിലാണ് ആരോപിച്ചത്. പക്ഷെ പിടിക്കപ്പെട്ടത് CPM-കാരാ. ഇത് CPM ചെയ്തതാണ്, ഒരു സംശയവുമില്ല. CPM ഗുരുദേവ പ്രതിമ തകർത്ത് RSS-ന്റെ തലയിട്ടതാണ്. ഇത് ഗുരുനിന്ദ എന്നുള്ള അവരുടെ ആരോപണം മറികടക്കാൻ വേണ്ടിയിട്ടുള്ള അടവ് നയമാണ്. അത് ഞങ്ങളെ മേൽ കെട്ടിവെക്കണ്ട. തുടരുക. ശ്രീ ഷംസീർ, അതിന് മറുപടി. ഇവിടെ ഇത് പരസ്യമായി തെളിയുന്ന കാര്യമാണ്. ഈ സുരേന്ദ്രനൊക്കെ ചാനലിനകത്ത് വന്നിരുന്ന ഇങ്ങനെ നുണ പറഞ്ഞാലൊന്നും സത്യമാവില്ല. ഇത് ഗീബൽസിയൻ സിദ്ധാന്തമാണ്. ഒരു നുണ 100 തവണ ആവർത്തിച്ച് പറഞ്ഞ് സത്യമാക്കാനുള്ള സുരേന്ദ്രന്റെ തന്ത്രം അതിവിടെ നടക്കാൻ പോകുന്നില്ല. പിടിക്കപ്പെട്ടവർ BJP RSS-ന്റെ കാര്യവാഹകാണ്. കൊമ്മൽ വയൽ കാര്യവാഹക്, ആച്ചൂളങ്കരയിലെ മുഖ്യ ശിക്ഷക്ക്, ഇങ്ങനെയുള്ള ആളുകളാണ് പിടിക്കപ്പെട്ടവർ. RSS-ന്റെ പ്രതികളാണ്. RSS-ന്റെ സ്ഥിരം ക്രിമിനൽ സംഘമാണ് പിടിക്കപ്പെട്ടവർ. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇവിടെ സുരേന്ദ്രൻ മറ്റൊന്ന് പറഞ്ഞു, കാരായി രാജനെയും ചന്ദ്രശേഖരനെയും കുറിച്ച്. ആ കൊലപാതകത്തിന്റെ വെളിപ്പെടുത്തൽ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ആരാണ് കൊന്നത്? പ്രതി ലിസ്റ്റ് ഞാൻ ഉൾപ്പെടെ പറയാൻ തയ്യാറാ. കൊലപാതക സംഘം ഗൾഫിൽ ഉൾപ്പെടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എല്ലാ കാലത്തും നിയമത്തിനുള്ളിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. എല്ലാ പ്രതികളും ഒരു നാൾ വലയിൽ വീഴും, ഒരു സംശയവും വേണ്ട. ഫസൽ വധക്കേസിലെ പ്രതികൾ ഗൾഫിലെ ഇപ്പോൾ ഉള്ളത് ഒരു ചെറുപ്പക്കാരൻ, ഒരാൾ കൊയിലാണ്ടിയിലുണ്ട്. ഞങ്ങൾക്ക് എല്ലാ ആളുകളെയും അറിയാം. ആ കൊലപാതകത്തിന്റെ ആസൂത്രകൻ മറ്റാരുമല്ല. ആ കൊലപാതകത്തിന്റെ ആസൂത്രകൻ ചാലക്കുടിക്കാരൻ RSS-ന്റെ പ്രചാരകനാ. അപ്പോ ഫസൽ വധം ഇവിടെ സുരേന്ദ്രൻ ശ്രീമുദ്ര കലാ സാംസ്കാരിക വേദിയുടെ ഓഫീസിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ വന്നത്, അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതും. ഇവിടെ RSS-കാരും BJP-ക്കാരും സംശയം ഉന്നയിക്കുന്നത് ഇത് നിങ്ങൾ കൂവോട്ട സംഭവം മറച്ചു പിടിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടാക്കിയ ആസൂത്രിത സംഭവമാണ് എന്നാണ്. അതിന് നേരിട്ട് മറുപടി പറയൂ. എങ്ങനെയാണ് CPM കഴിഞ്ഞ ദിവസം ശ്രീ വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു 20 വർഷം മുമ്പ് പാർട്ടി പത്രത്തിൽ പോലും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം കാണിക്കാറോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാറോ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന CPM ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനോട് വലിയ തോതിലുള്ള ആദരവുണ്ടാകുന്നു. മാത്രമല്ല CPM-ൻ്റെയോ അല്ലെങ്കിൽ CPM-ൻ്റെ അധീനതയിലുള്ള കലാ സാംസ്കാരിക വേദി ഓഫീസുകളിലോ അദ്ദേഹത്തിൻ്റെ പ്രതിമയും ഒക്കെ വരുമ്പോഴാണ് സംശയം ജനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് SNDP യോഗം ഇതിന് എതിരെ മിണ്ടാത്തതും. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ സംഭവം, ഈ ഇൻസിഡന്റ് നടന്നു എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ്. ഈ കൈവെട്ട് മറ്റൊരു വിഷയം കോൺട്രവേഴ്സി ആവുന്നത് ഇന്നലെയാണ്. അപ്പൊ 6-ാം തീയതി നടന്ന സംഭവം ഞങ്ങൾ അന്ന് തന്നെ പരാതി കൊടുത്തതും അന്ന് തന്നെ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ വാർത്ത കൊടുത്തതുമാണ്. 7-ാം തീയതിയാണ് ഈ വിഷയം പുറത്തു വരുന്നത്. പിന്നെ 6-ാം തീയതി നടന്ന സംഭവം ഞങ്ങൾ എന്തിനാ 7-ാം തീയതി ഞങ്ങൾക്ക് നേരെ ഉയർന്നു വന്ന ആരോപണം മറികടക്കാൻ വേണ്ടി പറയുന്നത്? അത് മാത്രമല്ല, ആ ആരോപണത്തിൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു 7-ാം തീയതി സംഭവം, ഈ പറയുന്ന തളിപ്പറമ്പിലെ സംഭവം ഞങ്ങൾ അത് ഡിസോൺ ചെയ്തു. അത് കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു എന്ന് പാർട്ടി തന്നെ പറഞ്ഞു. പക്ഷെ പാർട്ടി നടത്തിയതല്ല, പാർട്ടിയുടെ ചില ക്ലബ്ബുകൾ നടത്തിയതാണ്. അതിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് പാർട്ടി ഒഴിഞ്ഞു മാറിയിട്ടില്ല. പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ പറഞ്ഞു, സാംസ്കാരിക നായകന്മാരെയും നവോത്ഥാന നായകന്മാരെയും അവിടെ പൊതുസഭയിൽ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ ക്ലിയർ ആണ്. RSS കോൺഗ്രസ് അലയൻസ് ഉണ്ട്. എനിക്കിപ്പോ നികേഷ് ഒരു കാര്യം അറിയണം, ഈ സണ്ണി വക്കീൽ ഏതാ പാർട്ടി? കോൺഗ്രസ് വിട്ടോ? എനിക്കിവിടെ ഇരിക്കുമെന്ന് തോന്നുന്നു അദ്ദേഹം BJP-യുടെ വക്താവിനെ പോലെയാണ്. BJP-യുടെ വക്താവിനെ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത്. എന്തിനാണ് വക്കീലെ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി കളഞ്ഞു വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? നിങ്ങൾ പറയുന്ന തെറ്റ് BJP ചെയ്താൽ അടിസ്ഥാനമില്ല എന്ന് ഷംസീർ വാദിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ശ്രീകൃഷ്ണ ജയന്തി ദിവസം വൈകിട്ടാണ് സംഭവിക്കുന്നത്. അന്ന് വൈകുന്നേരം കൂവോട്ട് ഒരു നിശ്ചല ദൃശ്യം പോയത് വിവാദമാകുന്നത് തൊട്ടടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച രാവിലെയാണ്. തിങ്കളാഴ്ച രാവിലെ അതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊരു നിശ്ചല ദൃശ്യം ഉള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ തലേ ദിവസം രാത്രി തന്നെ ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർക്കൽ സംഭവിക്കുകയും അത് മാധ്യമങ്ങളിൽ വാർത്തയായി വരികയും ചെയ്തിരുന്നു. അത് പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന നിശ്ചല ദൃശ്യം വിവാദം ഒഴിവാക്കുന്നതിന് വേണ്ടി CPM ആസൂത്രണം ചെയ്തതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? നികേഷ്, നിങ്ങൾ ഏത് ലോകത്തിലാ? സെപ്റ്റംബർ 5-ാം തീയതിയാണ് കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി നടന്നത്.
ഈ പറയുന്ന അക്രമം നടക്കുന്നത് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. സെപ്റ്റംബർ 7-ാം തീയതിയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഈ ചാനലിലിരിക്കുന്ന ഷംസീറും കൂടി അവിടെ എത്തിയത്. ഇവർ രണ്ടുപേരും തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ വീടിനടുത്താണ് ഈ സംഭവം. കോടിയേരി ബാലകൃഷ്ണൻ അന്ന് വീട്ടിലുണ്ടായിരുന്നു. ഈ സംഭവം കോടിയേരി പ്ലാൻ ചെയ്തതാണ്. അല്പം മുമ്പ് ശ്രീ കെ സുരേന്ദ്രൻ, അല്പം മുമ്പ് താങ്കളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ രഞ്ജിത്ത് പറയുന്നത് അവിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ BJP തന്നെ ചെയ്തതാണ്. അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ ഒരു സ്തൂപം ഉണ്ടായിരുന്നു, അവിടുത്തെ ജനൽവാതിലുകൾ തകർത്തത് ഞങ്ങളാണ് എന്ന് ഇതിനകം തന്നെ കെ രഞ്ജിത്ത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ നികേഷ്, എന്നാ ഡേറ്റ് ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾ ഈ യജമാന ഭക്തി അധികം കാണിക്കല്ലേ, നിങ്ങൾക്ക് താല്പര്യങ്ങൾ വേറെ ഉണ്ടാവും. ഈ സംഭവം കോടിയേരി ബാലകൃഷ്ണനും ഷംസീറും ആസൂത്രണം ചെയ്തതാണ്, അല്ലാതെ വേറെ ആരും ചെയ്തതല്ല. അവിടെ തലേ ദിവസം നടന്ന അക്രമം ഉണ്ടായി എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു ഗുരുദേവ പ്രതിമ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു സ്തൂപവും ഒരു കൊടിയും ഒരു ജനലും തകർത്ത കേസിൽ ഞങ്ങളെ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഷംസീർ പറഞ്ഞാൽ ഏത് കേസിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്? ഒരു അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അത് സ്തൂപം തകർത്തതിലും ഓഫീസ് തകർത്തതിലും കേസാണ്. ഗുരുദേവ പ്രതിമ തകർത്താൽ ഒരു ജാമ്യവും കിട്ടില്ല നികേഷ്. അതുകൊണ്ട് നിങ്ങൾ ഈ കണ്ണട ചിരുട്ടാക്കരുത്. ഞങ്ങൾക്കിപ്പോ എന്ത് ആവശ്യത്തിനാണ് ഗുരുദേവ പ്രതിമ തകർക്കേണ്ടത്? ഞങ്ങൾ SNDP-യുമായിട്ട് സഹകരിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ തന്നെയല്ലേ RSS SNDP-യെ വെള്ളപൂശുന്നു എന്ന് പറഞ്ഞത്, SNDP RSS ഒന്നിക്കുന്നു എന്ന് പറയുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഗുരുദേവ പ്രതിമ തകർക്കുമോ? ഒരു ലോജിക്ക് വേണ്ട പറയുന്നതിന്. നിങ്ങൾക്ക് രാഷ്ട്രീയ വിരോധം BJP-യോട് ഉണ്ടെങ്കിൽ അതിനൊരു പറയുന്നതിനൊരു സാമാന്യ യുക്തി വേണ്ടത്. ആരുമായിട്ടാണ് ഇവിടെ പ്രശ്നം? വെള്ളാപ്പള്ളി നടേശനും കോടിയേരിയും തമ്മിലല്ലേ കേരളത്തിൽ പ്രശ്നം? SNDP-യും CPM-ഉം തമ്മിലല്ലേ പ്രശ്നം? ഈ CPM-ന്റെ മുൻകാല ചരിത്രം ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആലപ്പുഴയിലെ P. കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്ത മ്ലാച്ഛന്മാർക്ക് അതിൽ കുറഞ്ഞ് എന്തും ചെയ്യാനാണ് ഇവിടെ മടിയില്ലാത്തത്. ദയവായി തുടരുക. ഇവിടെ ശ്രീ സണ്ണി ജോസഫ്, നിങ്ങൾ BJP-യെ സഹായിക്കുകയാണ് എന്ന ആക്ഷേപമാണ് എൻ ഷംസീറും CPM നേതാക്കളും ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രനും പറയുന്നത്. അതായത് CPM-ന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു കലാസാംസ്കാരിക വേദി ഓഫീസിന് നേരെ ആക്രമണം നടന്നു. അവിടെ ഉണ്ടായിരുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം സ്തൂപം തകർത്തു എന്ന് കെ രഞ്ജിത്തും സമ്മതിക്കുന്നു. പക്ഷേ അവിടെ അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർത്ത സംഭവം ഉണ്ടായിട്ടില്ല. പിന്നീട് ഷംസീറും കോടിയേരിയും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് ഈ പറയുന്ന പ്രതിമ തകർക്കൽ സംഭവം എന്നതാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ തങ്ങളുടെ വാദം മുന്നോട്ട് വെക്കുന്നതിനായി പറയുന്നത് എന്നും മാത്രമല്ല കൂട്ടിച്ചേർക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ വകുപ്പുകൾ പ്രകാരം, നിസ്സാര വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ സ്വാഭാവികമായും സാമുദായിക അന്തരീക്ഷം തകർത്തതിന് കേസെടുക്കേണ്ടി വരുമായിരുന്നു. പോലീസ് ആ കേസെടുത്തിട്ടില്ല. അപ്പോൾ പോലീസ് നടപടിയാണ്, തങ്ങളല്ല അത് ചെയ്തത് എന്ന് ന്യായീകരിക്കുന്നതിന് വേണ്ടി കെ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്ന ഉദാഹരണം. ഇല്ല, ഞാൻ പറഞ്ഞ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ പറഞ്ഞത് ഇത് പാതിരായുടെ മറവിൽ നടന്നതാണ്, ഇരുട്ടിന്റെ മറവിൽ നടന്നതാണ്. അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ച് തന്നെ പ്രതികളെ കണ്ടെത്തണം. അതിൽ CPM-ന്റെ പ്രവർത്തകർ നൽകിയിട്ടുള്ള പരാതിയിൽ BJP-ക്കാർ പ്രതികളായി കൊടുത്തിട്ടുണ്ട്. അതിനെ അതേപടി അംഗീകരിച്ചുകൊണ്ട് CPM-ന്റെ ആൾക്കാരാണ് അല്ലെങ്കിൽ BJP-യുടെ ആൾക്കാരാണ് പ്രതികളെന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. കെ രഞ്ജിത്ത് എന്ന BJP-യുടെ ജില്ലാ പ്രസിഡന്റ് കണ്ണൂരിൽ വാർത്താ സമ്മേളനം നടത്തിയും അല്പം മുമ്പ് ഞങ്ങളോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത് അവിടെ സ്തൂപം തകർത്തത്, അരിവാൾ ചുറ്റിക നക്ഷത്രം സ്തൂപം തകർത്തത് BJP-ക്കാരാണ് എന്ന് തന്നെയാണ്. അവിടെ ജനാൽ ചില്ലകൾ തകർന്നതും ഞങ്ങൾ തന്നെയാണ് എന്നാണ്. പക്ഷേ ഇവിടെ ഗുരുപ്രതിമ തകർത്തത് ഞങ്ങളല്ല എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. അവിടെയാണ് പോലീസിനോട് അതിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന വിവരം തേടുന്നത്. പോലീസ് ഈ പറയുന്ന സ്തൂപം തകർത്തതിനും ജനൽ ചില്ല് തകർത്തതിനുമെതിരെ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഗുരുപ്രതിമ തകർത്തതിന് കേസെടുക്കുന്നില്ല? ഗുരുപ്രതിമ തകർത്തത് RSS അല്ല എന്ന വിശ്വാസം പോലീസിനുണ്ടോ? ഇല്ല, അതിൻ്റെ അകത്ത് ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഷംസീർ പറഞ്ഞല്ലോ, രണ്ടും രണ്ടാണ് സംഭവം എന്ന് പറഞ്ഞു. രണ്ട് സംഭവത്തിൽ രണ്ട് പരാതിക്കാർ രണ്ട് സംഭവമായിട്ട് രണ്ട് പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പോലീസ് കേസെടുക്കണം. രണ്ടിനും അർഹിക്കുന്ന ഗൗരവത്തിൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട്, നിയമം അനുസരിക്കുന്ന വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുക്കണം. അതിന് അന്വേഷണം നടത്തണം. സത്യസന്ധമായിട്ട് ആര് പ്രതിയാണെങ്കിലും
ഒന്നുകിൽ BJP-ക്കാരാകാം, അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ടോന്ന് തോന്നുന്നു. ശ്രീ ഷംസീർ, ഇത് രണ്ടും രണ്ട് സംഭവമാണോ? ഒരിക്കൽ വന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രം സ്തൂപം തകർക്കുകയും മറ്റൊരിക്കൽ വന്ന് പ്രതിമ തകർക്കുകയുമാണോ ഉണ്ടായിട്ടുള്ളത്? അല്ല, ഒരേ സംഘം തന്നെ ഒരു സംഭവം പൊളിച്ച് തുടർന്ന് രണ്ടാമത്തെ സംഭവം നടത്തുകയാണ് ചെയ്തത്. ഇതിൽ ഒന്നാമത്തെ സംഭവത്തിൽ പരാതി കൊടുത്തിരിക്കുന്നത് ശ്രീമുദ്ര കലാകായിക സാംസ്കാരിക വേദിയിൽ കടന്നു കയറി അവിടെ ഗുരുദേവന്റെ പ്രതിമ കൈവെട്ടിയെടുത്തതും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ പ്രദേശങ്ങളിലെ വീടുകൾക്കകത്ത് മരണം നടന്നാൽ ആ മരിച്ചവരുടെ കിടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഉൾപ്പെടെ നശിപ്പിച്ചതും അതും ഒരു കേസ്. ആ കേസിൽ പരാതി കൊടുത്തിരിക്കുന്നത് അവിടുത്തെ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകനായിട്ടുള്ള ശരത് ശശിയാണ്. കൊടിമരവും സ്തൂപവും തകർത്തതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരിക്കുന്നത് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി സിജു ആണ്. ഇവിടെ പോലീസ് എന്ത് ചെയ്തിരിക്കുന്നു അറിയോ? രണ്ടും കൂടി ഒറ്റ ക്രൈമായി. കാരണം ഒന്നാമത്തെ ക്രൈമിന്റെ അനുബന്ധ ക്രൈം എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസിനകത്ത് 3 പേർ അറസ്റ്റ് ചെയ്തു വിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതാ സംഭവിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഏറ്റവും ദുർബലമായ വകുപ്പ് എടുത്തിരിക്കുന്നത്. ദുർബലമായ വകുപ്പ് ആവർത്തിക്കുകയാണ് താങ്കളോട് ഒരിക്കൽ കൂടി. അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രം സ്തൂപം തകർത്തു പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നതിന് ശേഷമാണോ ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്തത്? ഈ രണ്ടും നടത്തിയത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരേ സംഘം തന്നെയാണ്. ഈ രണ്ട് ഏതാണ്ട് ഒരു 50 മീറ്റർ അതായത് ഒന്ന് പകൽ വെളിച്ചത്തിൽ നടന്നു, അതാരാണ് എന്നെ സംബന്ധിച്ച് പോലീസിന് വ്യക്തതയുണ്ടായി, അവർക്കെതിരെ കേസെടുത്തു. രണ്ടാമത്തേത് ഇരുളിന്റെ മറവിൽ നടന്നതാണ്, പോലീസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണത് ചെയ്തത് എന്ന്. അല്ല, രണ്ടും നടന്നത് ഒരേ സമയത്ത് തന്നെയാണ്. ഒരേ സമയത്ത് തന്നെ ഒരേ സംഘം തന്നെ രണ്ട്. അത് മാത്രമല്ല നടന്നത്, അവിടെ ഉണ്ടായിരുന്ന കടകൾ ആക്രമിച്ചു, കടക്കകത്തെ പല സാധനങ്ങളും കടകൾ ആക്രമിച്ചിട്ടുണ്ട്. ആദ്യം താങ്കൾ പറഞ്ഞു 2 സമയത്താണ് നടന്നത് എന്ന്, ഇപ്പോൾ പറയുന്ന രണ്ടും ഒരേ സമയത്താണെന്നാണോ? 2 സമയത്തെന്നല്ല ഞാൻ പറഞ്ഞത്, 2 സ്ഥലത്താണ് സംഭവങ്ങൾ എന്നാണ്. 2 സ്ഥലത്താണ്. ഒന്ന് ക്ലബ്ബുള്ളത് ഒരു സ്ഥലത്ത്, ക്ലബിൽ നിന്നും 50 മീറ്റർ അപ്പുറത്താണ് കൊടിമരവും സ്തൂപവും ഉള്ളത്. അതിന്റെ ക്ലബിന്റെ തൊട്ട മുമ്പിലാണ് ഒരു കടയുള്ളത്. കട ആക്രമിച്ചു, ആ സംഘം തന്നെ ക്ലബ് ആക്രമിച്ചു, അതേ സംഘം തന്നെയാണ് വേറൊരു കട ആക്രമിച്ചത്, അതേ സംഘം തന്നെയാണ് പാർട്ടിയുടെ സ്തൂപവും കൊടിമരവും തകർത്തിട്ടുള്ളത്. ഇവിടെ 2 കേസാണ്, 2 പരാതിയാണ്. വ്യാപാരികൾ പരാതി കൊടുത്തോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ പാർട്ടി പരാതി കൊടുത്ത സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ടാണ്. ശ്രീമുദ്ര കലാകായിക സാംസ്കാരിക വേദി പരാതി കൊടുത്തിരിക്കുന്നത് ഗുരുദേവ പ്രതിമ തകർത്തതും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓഫീസ് തകർത്തതുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ രണ്ടും കൂടി ഒരൊറ്റ കേസാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആ ഒരൊറ്റ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിൽപ്പെട്ട 3 പ്രതികളെ ഇന്നലെ വൈകുന്നേരം ന്യൂമാഹി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അതിൽപ്പെട്ട 3 പ്രതികളോട് നിങ്ങൾ 2 ജാമ്യക്കാർ കൊണ്ടുവാ, നിങ്ങൾ പോട് എന്ന് പറഞ്ഞു വിടുകയുമാണ് ഉണ്ടായത്. അതൊരു അഡ്ജസ്റ്റ്മെന്റ് അറസ്റ്റാണ്. നേരത്തെ BJP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രതികൾ ഹാജരാക്കി, ഞങ്ങൾക്ക് ജാമ്യം കിട്ടിപ്പോയി. അത്ര ലാഘവത്തോട് കണ്ട സംഭവമാണോ ഇത്? ഗുരുദേവന്റെ പ്രതിമ കൈവെട്ടിയെടുത്ത് ഒരു വർഗീയ സംഘർഷം ഉൾപ്പെടെ ഉണ്ടാക്കാൻ ശ്രമിച്ച കേസിനകത്ത് എടുക്കേണ്ട വകുപ്പാണോ? ഇവിടെ പക്ഷപാതപരമായി പോലീസ് പെരുമാറുന്നു. പോലീസ് കോൺഗ്രസിന് വിടുപണി ചെയ്യുകയാണ്, പോലീസ് RSS വേദി അവിടെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്ത സംഭവത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ്. പോലീസ് എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ നടപടിയെടുക്കാത്തത്? ആളെ കിട്ടാത്തതുകൊണ്ടാണോ? ഇല്ല നികേഷ്, ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഷംസീർ പറഞ്ഞത് എന്താ? ആദ്യം പറഞ്ഞു 2 സംഭവമല്ല, ഇപ്പൊ പറഞ്ഞു 2 സംഭവമാണ്, 2 പരാതിയുണ്ട്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ആര് ഈ സംഭവം കണ്ടു? ഈ നെയിംഡ് അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പ്രതികളുടെ പേര് വെച്ച് ഒരു പരാതി കൊടുക്കാൻ ആര് കണ്ടു, എങ്ങനെ കണ്ടു, ഏത് സമയത്ത് കണ്ടു? ഈ കാര്യം കൂടി പരിശോധിക്കേണ്ടതില്ലേ? കാണാൻ അവർക്കുള്ള സാധ്യത, അതാണ് ഞാൻ ചാൻസ് വിറ്റ്നസ് എന്ന് പറയുന്നത്. കാണാൻ അവർക്കുള്ള സാധ്യത എന്ത്? അവരുടെ മൊഴി എത്രമാത്രം വിശ്വസനീയമാണ്? ആര് നടത്തിയാലും ഈ പാതിരായുടെ മറവിൽ നടത്തുന്ന ഒരു സംഭവം കണ്ടു എന്ന് ഒരു സാക്ഷിമൊഴിയുമായിട്ട് ഒരു വ്യക്തിയോ പ്രസ്ഥാനമോ വരുമ്പോൾ ആ സാക്ഷിമൊഴിക്ക് സാഹചര്യങ്ങളുടെ പൊരുത്തം വേണം. അതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഉണ്ട് എങ്കിൽ, അത് റിലയബിൾ ആണ് എങ്കിൽ, വിശ്വസനീയമാണ് എങ്കിൽ അത് വെച്ച് അന്വേഷിക്കാം, അത് വെച്ച് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം. അതിനു പകരം അത് വിശ്വസനീയമാണോ, അതിൻ്റെ മറ്റ് സാഹചര്യ തെളിവുകൾ എന്താണ്, പ്രതികളുടെ ഫോൺ ഉൾപ്പെടെയുള്ള മറ്റ് ലൊക്കേഷൻ കാര്യങ്ങളും പരിശോധിച്ച് മാത്രമേ ഇത്തരത്തിലുള്ള ഗൗരവമായ ഒരു വിഷയത്തിൽ പ്രതികളെ കണ്ടെത്താൻ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവുമല്ലോ. ഇത് സാമുദായിക അന്തരീക്ഷം തകർക്കുന്ന വളരെ ഗുരുതരമായ വിഷയമാണ്. താങ്കൾ തന്നെ ഇപ്പോൾ പറയുന്നത് പോലെ വ്യത്യസ്ത സംഭവങ്ങളാണ് എങ്കിൽ താങ്കൾ ഊഹിക്കുകയാണ് അവർ തന്നെ ആയിരിക്കും ഇവർ എന്ന്. പക്ഷെ പോലീസിന് അങ്ങനെ ഊഹിക്കാൻ കഴിയില്ലല്ലോ, അതിനകത്ത് തെളിവ് ആവശ്യമാണല്ലോ. ആ തെളിവ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നുകിൽ ശ്രീമുദ്ര കലാ സാംസ്കാരിക വേദിക്ക് അല്ലെങ്കിൽ CPM-ന്?
ഇവിടെ ഈ കേസിനകത്താണ് പിടിച്ചിരിക്കുന്നത്. ശ്രീമുദ്ര കലാകായിക സാംസ്കാരിക വേദി ആക്രമിച്ച കേസിന് ഞാൻ പറഞ്ഞല്ലോ, 2 സ്ഥലത്ത് 2 സംഭവങ്ങളാണെങ്കിലും ഈ രണ്ടും ഒരു കേസായി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ്. ഒരു കേസായി രജിസ്റ്റർ ചെയ്ത ശേഷം ഈ കേസിനകത്തെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 3 BJP RSS പ്രവർത്തകരെ പിടിച്ചിട്ടുള്ളത്. RSSന്റെ ശിക്ഷക്കുമാരെ, കൊമ്മൽ വയൽ ശിക്ഷക്കിനെയും അതുപോലെ തന്നെ മറ്റ് ആച്ചുകുളങ്കര ശിക്ഷക്കിനെയും 3 പേരാണ് പിടിച്ചിരിക്കുന്നത്. ഈ 3 പേരെ പിടിച്ചിരിക്കുന്നത് ഗുരുദേവ പ്രതിമ ഉൾപ്പെടെ തകർത്ത കേസിനകത്താണ്. ആ കേസിനകത്ത് നിസാര വകുപ്പുകൾ എടുത്ത് ചാർജ് ചെയ്തിരിക്കുന്നത്. പോലീസ് പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നാണ്. പോലീസ് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് പറയുമ്പം പോലീസിന് മുകളിൽ യജമാനന്മാർ ഇടപെടുന്നു. ആ യജമാനന്മാർ ആര്? ആ യജമാനന്മാർക്ക് വേണ്ടി ആര് പറഞ്ഞു? എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 2 സംഭവങ്ങൾ ഒരു കേസായി രജിസ്റ്റർ ചെയ്തു, 3 പേരെ പിടിച്ചു എങ്കിൽ പോലും നിസ്സാര വകുപ്പുകൾ ചേർത്താണ് 143, 147, 148 നിസ്സാര വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. അതായിരുന്നില്ല ചേർക്കേണ്ടിയിരുന്നത് എന്ന പരാതിയാണ് ഷംസീറിനും CPM-നും ഉള്ളത്. തീർച്ചയായിട്ടും ഗുരുദേവ പ്രതിമ തകർത്തത് വളരെ ദൂരവ്യാപകമായ പ്രത്യേകത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ തകർക്കൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ പോവുകയാണ്. ഈ ഷംസീറിനെയും കോടിയേരി ബാലകൃഷ്ണനെയും ഈ ഗൂഢാലോചന കേസിൽ ചോദ്യം ചെയ്ത് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളും ആലോചിക്കുകയാണ്. ഇത് കുറെ കാലമായി ഷംസീറെ നിങ്ങൾ തുടങ്ങിയിട്ട് ഫസലിനെ കൊന്ന് നിങ്ങൾ RSSന്റെ തലയിലിട്ടു, മറ്റേ കൃഷ്ണപ്പള്ളിയുടെ പ്രതിമ തകർത്ത് നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ സ്തൂപം തകർത്തു, എന്നിട്ട് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഈ വഞ്ചനയുണ്ടല്ലോ, ഈ മ്ലേച്ഛമായ നടപടി, ഗുരുദേവ പ്രതിമ തകർത്ത് അത് RSSന്റെ തലയിലിട്ട് രക്ഷപ്പെടാമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണനെയും AN ഷംസീറിനെയും പ്രതി ചേർത്ത് കേസെടുക്കേണ്ടതാണ് ഈ വിഷയത്തിൽ. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ കേരളത്തിൽ മുമ്പോട്ട് പോകും. മാത്രമല്ല ഇത് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ എന്താണ് വഴി എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. തുടരുക ശ്രീ ഷംസീർ, ഇതിനകത്ത് ശ്രീ K. സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്ന ഒരു യുക്തിയുണ്ട്. അതായത് ഞങ്ങളും SNDP യോഗവും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. സ്വാഭാവികമായും SNDP യോഗത്തിന് അവർക്ക് അമർഷമുളവാക്കുന്ന അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കുന്ന ഒരു നടപടിയും തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിനെ അപമാനിക്കുന്ന ഒരു കാര്യവും ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് RSSൻ്റെയോ BJPയുടെയോ ഭാഗത്ത് നിന്നുണ്ടാകില്ല. പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് കൂവോട്ട് സംഭവിച്ചത്. നിങ്ങൾക്ക് SNDP യോഗത്തിനെ അതിശക്തമായി വിമർശിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അതിൻ്റെ ബിംബമായി പക്ഷേ നിങ്ങൾ അവതരിപ്പിച്ചു പോയത് ശ്രീനാരായണ ഗുരുവിനെ. അവിടെ പാളിച്ച പറ്റിയപ്പോഴാണ് അതിൽ വലിയ വിമർശനമുണ്ടായത്. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ RSS ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയെ തകർത്തു എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് വിശ്വസിക്കാനാകില്ല. ആദ്യം സുരേന്ദ്രനോടൊന്ന് പറയാനുള്ളത്, നിങ്ങളുടെ കേന്ദ്ര പോലീസും സംസ്ഥാന പോലീസും കേസെന്നൊക്കെ കേട്ടാൽ മുട്ടുകൂട്ടിയിടിക്കുന്ന ആളല്ല ഞാൻ, മനസ്സിലാക്കിക്കോ. മുട്ടുകൂട്ടിയിടിച്ച് ഭയഭക്തിയോടുകൂടി RSSന് മുന്നിൽ കീഴടങ്ങും ധരിച്ചു വെക്കൊന്നും വേണ്ട. ജീവിതം വെച്ച് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാ ഞങ്ങൾ. സുരേന്ദ്രന് കേസ് കേൾക്കുമ്പോൾ പേടിയുണ്ടാവും. സുരേന്ദ്രൻ ആ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതുകൊണ്ട് സുരേന്ദ്രന് നിങ്ങളുടെ കേന്ദ്ര പോലീസ് വന്ന് ഞങ്ങളങ്ങ് മൂക്ക് കയറ്റി കളിയോ? ഞങ്ങൾ അതിനൊന്നും ഭയപ്പെടുന്നില്ല. അന്വേഷിക്കട്ടെ. നിഷ്പക്ഷവും നീതിപൂർവമായ ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാറാണ്. കുറിച്ച് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ RSS എന്ന് പറയുന്ന സംഘടന ആർക്കും അറിയോ? ഒരു ദുരൂഹമായ സംഘടനയാണ്. അതിന്റെ നേതാക്കന്മാർക്ക് ആർക്കും അറിയില്ല. ഈ സുരേന്ദ്രൻ വിചാരിച്ചാലൊന്നും അക്രമം തടയാൻ സാധിക്കുന്നില്ല. കാരണം തിരശ്ശീലക്ക് പിന്നിൽ ഒരു RSS ഉണ്ട്, ഒരു മിസ്റ്റീരിയസ് ആയ ഓർഗനൈസേഷൻ. അതിന്റെ പ്രവർത്തനങ്ങൾ ആർക്കും റീഡ് ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ നേതാക്കന്മാർ ആർക്കും അറിയില്ല. അതിന്റെ പ്രവർത്തകന്മാർ ആർക്കും അറിയില്ല. ഏതെങ്കിലും ഭാഗത്തു നിന്ന് ആൾക്കാരായിരിക്കും വേറെ ഏതെങ്കിലും സംസ്ഥാന സ്ഥലത്ത് പോയി പ്രവർത്തിക്കുക. ഈ RSSന്റെ ദുരൂഹമായ പ്രവർത്തന രീതി, അക്രമം സംഘടിപ്പിക്കുന്ന രീതി, ആ അക്രമം സംഘടിപ്പിക്കുന്ന രീതിയുടെ ഭാഗം തന്നെയാണ് ഗുരുദേവ പ്രതിമ തകർത്തത്. അതുകൊണ്ട് ഗുരുദേവ പ്രതിമ തകർത്തത് RSS തന്നെയാണ്. നിങ്ങളും അവരും തമ്മിൽ ബന്ധമുണ്ട്, അതുകൊണ്ട് എന്ത് യുക്തി എന്നുള്ളതല്ല, നിങ്ങൾ തന്നെയാണ് തകർത്തത്. നിങ്ങൾ അങ്ങനെ ഒരു യുക്തി അവതരിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. ഈ ഗുരുദേവ പ്രതിമ തകർത്തത് നിങ്ങൾ തന്നെയാണ്. ഒരു സംശയം നിങ്ങൾ എന്തെല്ലാം വിളിച്ചു പറഞ്ഞാലും അത് CPM-ന്റെ ചുമലിലിടാൻ ശ്രമിക്കുകയായിരുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആദ്യം പറയില്ലേ, നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഒരു ലോജിക്കൽ പോയിന്റ് പറയണം. നിങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇത് അങ്ങനെ ഒരു പ്രതിമ തകർത്തിട്ട് ഞങ്ങൾക്ക് അന്ന് രാത്രി തന്നെ ഇത് CPM ആണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? എന്താ ഇവിടെ സംഭവിച്ചത്? 6-ാം തീയതി അക്രമം നടന്നു. 7-ാം തീയതി രാവിലെ കോടിയേരി ബാലകൃഷ്ണനും ഈ ഷംസീറും കൂടി രാത്രി ഇരുന്ന് ഗൂഢാലോചന നടത്തി. അത് RSSന്റെ തലയിലിടാൻ നോക്കി. ഇതാണ് സംഭവിച്ചത്. ലോജിക്ക് നിങ്ങൾ പറ. ഞങ്ങൾ തകർത്തതാണ്, അത് CPM-ന്റെ തലയിലിടാനാണെങ്കിൽ തന്നെ ഞങ്ങളത് പറയണ്ടേ? ഞങ്ങൾ കോടിയേരി ബാലകൃഷ്ണനും
ഈ പിന്നെ ശംശീറും കൂടി വന്ന് ഇത് RSSന്റെയും BJPയുടെയും തലയിലിടാൻ നോക്കിയപ്പോഴാണല്ലോ ഈ പ്രശ്നം വന്നത്. ഇത് തന്നെയാണ് തലശ്ശേരിയിൽ നടന്നത്, ഇത് തന്നെയാണ് ആലപ്പുഴയിൽ ചുടുകാട്ടിൽ നടന്നത്. പ്രതിമ തകർത്ത ശംസീറിനെ പോലുള്ള നാണമില്ലാത്തവരുടെ പാർട്ടിക്ക് ഗുരുദേവന്റെ പ്രതിമ തകർക്കുന്നതിന് എന്താ മടിയുള്ളത്? നിങ്ങളെന്താ അത് പറയാത്തത്? ഈ നാട്ടിലെ അനുഭവം അതാണ്. ഞങ്ങളുടെ ചരിത്രം അങ്ങനെ ഉണ്ടോ? ഞങ്ങൾ എവിടെയെങ്കിലും ആരുടെയെങ്കിലും സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും കേസിൽ പ്രതിയുണ്ട്? പിന്നെ BJP അല്ലല്ലോ കേരളം ഭരിക്കുന്നത്. ധൈര്യമായിട്ട് പറയട്ടെ ആഭ്യന്തരമന്ത്രി, RSSകാരാണ് ഈ പ്രതിമ തകർത്തത്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഈ പ്രതിമ തകർത്തത് RSSകാരാണെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പറയട്ടെ. അതിന് ആണത്തുള്ള ഒരു പോലീസ് കേരളത്തിലുണ്ടെങ്കിൽ അവർ പറയട്ടെ. ശ്രീ സണ്ണി ജോസഫ്, RSS ആണ് ഇത് തകർത്തത് എന്ന് പറയുക സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഇവർക്കെതിരെ കേസെടുക്കുക എന്നുള്ളതാണ്. RSS പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. അത്രക്കൊക്കെ ആയിരിക്കുന്നു ശ്രീ കെ സുരേന്ദ്രനും BJPയും ഇവിടെ? ഇല്ല, ആ വെല്ലുവിളി തന്നെ സ്വീകരിക്കുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്ത് കേസ് രജിസ്റ്റർ ചെയ്താൽ അത് അന്വേഷിക്കും. അന്വേഷിച്ചിട്ടാണ് ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടത്. ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുൻപ് അന്വേഷണം നടക്കട്ടെ. രജിസ്റ്റർ ചെയ്തു. മറ്റൊരു കെ സുരേന്ദ്രൻ കൂടിയുണ്ട് ശ്രീ സണ്ണി ജോസഫ്. രാവിലെ ആ കെ സുരേന്ദ്രൻ പറഞ്ഞത് എനിക്ക് അത്ഭുതമായിരുന്നു FIR എടുക്കാതെ ഇവരെ പറഞ്ഞു വിട്ടത് എന്ന്. അപ്പോൾ അവിടെ നിങ്ങളുടെ DCC പ്രസിഡന്റിന് അത്ഭുതമാണ്. അല്ലല്ല, FIR എടുത്തിട്ടുണ്ട്. DC പ്രസിഡന്റിനെ ചിലപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ അദ്ദേഹം KPCC മീറ്റിങ്ങിലാണ്. അദ്ദേഹം FIR എടുക്കാതെയാണ് വിട്ടത് എന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും DCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു. DCC പ്രസിഡന്റിന്റെ FIR എടുത്തു. അത്ഭുതം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഒരു FIR എടുത്തു എന്നുള്ളത് സാങ്കേതിക വാചകം മാത്രമായിരിക്കും. ഈ വിഷയത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ഇട്ടില്ല എന്നുള്ള അത്ഭുതമാണ് DCC പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതാണിപ്പോ കെ സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് നട്ടലുണ്ടെങ്കിൽ കേസെടുക്കട്ടെ എന്ന്. ഇത്രയേ സുരേന്ദ്രൻ നിങ്ങളെയൊക്കെ കാണുന്നുള്ളൂ. ഞങ്ങൾക്കെതിരെ ഒരു ചുക്കും ഇവിടെ ചെയ്യാൻ പോകുന്നില്ല എന്ന് സുരേന്ദ്രന് കൃത്യമായ ആത്മവിശ്വാസം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഇല്ലില്ല, ആഭ്യന്തര വകുപ്പിനെ അല്ല. അവിടെ എന്താണെന്നറിയോ, ഇവിടെ സത്യം എവിടെയോ ഒളിച്ചിരിക്കുക. ഈ കാര്യത്തിൽ ആര് പ്രതിമ തകർത്തു എന്നതിന്റെ സത്യം ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കേവലം CPMന്റെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ വഴിക്ക് മാത്രം പോയാൽ പോരാ. ഇതിന്റെ സത്യാവസ്ഥ വളരെ ഉയർന്ന തലത്തിലുള്ള അന്വേഷണത്തിലൂടെ, ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ ഇതിന്റെ വസ്തുത കണ്ടെത്തട്ടെ. ഇത് ഇരുട്ടിന്റെ മറവിൽ നടന്ന സംഭവമാണ്. ഇതിനാരും സാക്ഷിയാകാൻ സാധ്യതയില്ല. ആർക്കെങ്കിലും സാക്ഷി പറയാൻ സാധിക്കുന്നുവെങ്കിൽ അവരുടെ വിശകലനം ചെയ്തുകൊണ്ട് ഇതിന്റെ അന്വേഷണം ഓഫീസ് അല്ല, ശ്രീമുദ്ര കലാ സാംസ്കാരിക വേദി ആക്രമിച്ച സംഭവത്തിൽ ഞങ്ങൾ 3 പ്രതികളെ വിട്ടുകൊടുത്തു. അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കുകയും ഒക്കെ ചെയ്തു എന്നാണ്. പിന്നീടാണ് ഈ പറയുന്ന രീതിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർത്ത സംഭവം വരുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ അന്വേഷണം വേണം എന്നത് സംബന്ധിച്ച് വിശാലമായ രീതിയിലാണ് നിങ്ങൾ ആ കാര്യത്തെ കാണുന്നത്. അതാണ് ശ്രീ സുരേന്ദ്രനെ പോലുള്ളവർക്ക് നിങ്ങളെ വെല്ലുവിളിക്കാനുള്ള ധൈര്യവും ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന ആത്മവിശ്വാസം. ഇല്ലില്ല, ഞങ്ങൾ അന്വേഷണം വേണമെന്ന് പറയുമ്പം അതിനെ ആർക്കും എതിർക്കാൻ സാധിക്കുക? ഞങ്ങളൊരു കേസിൻ്റെ അകത്ത് ഏത് കേസും ഇത്തരമൊരു കേസ്, അതുകൊണ്ട് ആ സാഹചര്യം പറഞ്ഞ് രാത്രിയുടെ മറവിൽ നടന്ന ഒരു കേസിനെ സംബന്ധിച്ച് തൽപര കക്ഷികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണം ഗൈഡ് ചെയ്യപ്പെടാൻ പാടില്ല. അന്വേഷണം നിഷ്പക്ഷമായും നിയമപരമായും യുക്തിഭദ്രതയോടെ ശാസ്ത്രീയമായിട്ട് അന്വേഷണം നടത്തി കൺക്ലൂസീവായിട്ട് പ്രതികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. വെറുതെ ഒരു പേരിനുള്ള അന്വേഷണമല്ല, ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്ന തെളിവുകൾ സഹിതം കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കണം. അതീവ ഗൗരവമായിട്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണം പോകണം. വലിയ തോതിൽ സംസ്ഥാനത്താകെയും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ധ്രുവീകരണം ഉണ്ടാകുന്നതും അതിൽ രാഷ്ട്രീയ സംഘർഷം രൂപപ്പെടുന്നതും നിങ്ങൾ കാണുന്നില്ലേ? ഇത്രയും ജാഗ്രത മതിയോ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും, ഭരണകക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും? ഇല്ലില്ല, ഈ ഒരു സംഭവം ഒറ്റപ്പെട്ട സംഭവമാണ്. അക്രമ സംഭവങ്ങളിൽ അതുപോലെ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ.
അതോ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ആ കൊലപാതക സംഭവങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗുരുദേവ പ്രതിമയ്ക്കെതിരെ 2 സ്ഥലത്തുണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ അതിനെ സംബന്ധിച്ചും അതിൻ്റെ ഗൗരവത്തിൽ പോകണം. ഒരു കാര്യം കൂടി നേരത്തെ പറഞ്ഞതിനൊരു ക്ലാരിഫിക്കേഷനും, CPM-ന്റെ ഒരു വേർഷനെ അതേപടി അന്ധമായിട്ട് വിശ്വസിക്കാൻ ഞാനുമില്ല, എന്നാൽ തള്ളിക്കളയാനുമില്ല. അന്വേഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ നേരത്തെ 2 ഉദാഹരണം പറഞ്ഞു. AKG പ്രതിമ തകർത്ത സംഭവത്തിൽ അവസാനം CPM-കാർ പ്രതികളായി. തലശ്ശേരി ഫസൽ വധക്കേസിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനം ഫസലിന്റെ മൃതശരീരം സൂക്ഷിച്ച മോർച്ചറിയുടെ മുൻപിൽ കണ്ടത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. TV-യിൽ കണ്ടത്. ഇത് വർഗീയവാദികളാണ്, ഇത് RSS-കാരാണ് എന്ന് കോടിയേരി ആഭ്യന്തരമന്ത്രി തീർത്തു പറഞ്ഞു. CBI കേസ് അന്വേഷിച്ചപ്പോൾ CPM-കാർ പ്രതിയായി. വേറൊരു കാര്യം കൂടി, ആന്തൂർ ദാസൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. ദാസനെ കൊലപ്പെടുത്തി. അന്ന് രാവിലെ, ദാസൻ മരിച്ച അന്ന് രാവിലെ താളിപ്പറമ്പിലെ മുൻ CPM MLA പാച്ചേരി കുഞ്ഞിരാമൻ ദാസന്റെ ശവശരീരം കിടന്ന സ്ഥലത്ത് വന്നിട്ട്, ദാസൻ നല്ല പൊതുപ്രവർത്തകനായിരുന്നു, നല്ല സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, ദാസന്റെ കൊലപാതകം പ്രതിഷേധാർഹമാണെന്ന് പറഞ്ഞു. അന്വേഷിച്ചെത്തിയപ്പോൾ CPM-നാണ് അതിലെ പ്രതിസ്ഥാനത്ത് വന്നത്. കൂടാളിയിൽ അനീഷ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഞാൻ DC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ടു. CPM-ന്റെ ഏരിയ സെക്രട്ടറി കൂടാളി അനീഷിന്റെ ദേഹത്ത് റീത്ത് വയ്ക്കാൻ വന്നു. കോൺഗ്രസ്സുകാർ പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകര് അവരെ സമാധാനിപ്പിച്ചു. കേസ് അന്വേഷിച്ചു വന്നപ്പോൾ കൂടാളി അനീഷ് എന്ന കോൺഗ്രസ്സുകാരനെ കൊല ചെയ്തത് CPM-കാരായിരുന്നു. അവരാള് മാറി കൊല ചെയ്തു എന്ന് അവർ പിന്നീടൊരു വാദഗതി ഉയർത്തി. അതുകൊണ്ട് CPM-ന്റെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു വേർഷനെ മാത്രം കണ്ണും പൊട്ടി വിശ്വസിച്ച് ഈ സംഭവത്തിൽ പോകുന്നതിന് പകരം സത്യസന്ധമായ, വസ്തുനിഷ്ഠമായ, ഗൗരവബുദ്ധിയ അന്വേഷണം വേണം, ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. തുടരുക. ശ്രീ ഷംസീർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സത്യസന്ധമായ അന്വേഷണത്തിനാണ് ആഭ്യന്തര വകുപ്പ് ഈ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമല്ല, ശ്രീ കെ സുരേന്ദ്രൻ്റെ വെല്ലുവിളിയും നമ്മൾ കേട്ടതാണ്. അക്കാര്യത്തിൽ RSS BJP-യോ ഉൾപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശ്രീ കെ സുരേന്ദ്രന് അങ്ങനെ വെല്ലുവിളിക്കാൻ കഴിയുന്നത്. അതിൽ എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്, എനിക്ക് സുരേന്ദ്രൻ ചോദിച്ചു ആരെയാണ് ഞങ്ങൾ ആക്രമിച്ചത്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അമ്പലമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. ആ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ദീർഘകാലത്തെ പ്രസിഡന്റാണ് കോൺഗ്രസ്സുകാരനായ വന്ധ്യവയോധികനായ ശ്രീ KP രത്നാകരൻ. ആ KP രത്നാകരൻ ആക്രമിച്ചവരെ ഈ RSS-കാരൻ. പിന്നെ സുരേന്ദ്രൻ എന്നിവ പ്രതിഷേധ പൊതുയോഗത്തിലെ പ്രസംഗം ഞാൻ കേട്ടു. ഞാൻ സുരേന്ദ്രനെ ഒരു 8 കൊല്ലം അറിയുന്ന ആളാണ്. 8 കൊല്ലവും അദ്ദേഹത്തിന്റെ മെയിൻ പണി ആരോപണം ഉന്നയിക്കുക, പോയി കളിയുക, ആരോപണം ഉന്നയിക്കുക, പോയി കളിയുക. ഈ സോളാർ വിഷയത്തിന്റെ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, എന്റെ കയ്യിൽ കുറെ തെളിവുണ്ടെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു, കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു, അത് സാറേ കൈരേഖയാണ്. ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യനാ, ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ആളാ. അത് മാത്രമല്ല, സാധാരണ പ്രായം കൂടും ആൾക്കൊരു പക്വതയൊക്കെ ഉണ്ടാവും. ആ 8 കൊല്ലം മുമ്പുള്ള സുരേന്ദ്രൻ 8 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഇമ്മച്ചുറാകുന്ന കാഴ്ചയെ കാണുന്നത്. പ്രതിഷേധ പൊതുയോഗത്തിലെ പ്രസംഗം പോലെ വെല്ലുവിളിക്കല്ലേ, ഞാൻ കാണിച്ചു തരാം. പറയാം, ഞാൻ ഇപ്പോഴും പറയും. ഇവിടെ സണ്ണി വക്കീൽ ചില കൊലപാതകങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സുരേന്ദ്രനെ വെല്ലുവിളിക്കാൻ കഴിയുന്നു. ഇത് RSS പ്രവർത്തകർ സംഘടിപ്പിച്ചതല്ല. RSS പ്രവർത്തകർ സംഘടിപ്പിച്ചതല്ലാത്തത് കൊണ്ട് തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് സുരേന്ദ്രനെ വെല്ലുവിളിക്കാൻ കഴിയും. RSS പ്രവർത്തകരാണ് എന്ന് പോലീസ് പറഞ്ഞു, പ്രതികളെ പിടിച്ചിരിക്കുന്നു. പോലീസ് ഞങ്ങളുടേതല്ലോ, സണ്ണി വക്കീലിന്റെ പോലീസല്ലേ. സണ്ണി വക്കീലാണെങ്കിൽ വിഷയത്തിലേക്ക് വരുന്നില്ല. RSS-കാരെ പിടിച്ചത് അവിടെ സ്തൂപം തകർത്തതിനാണ്, ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്തതിനല്ല. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്ത സംഭവത്തിലാണ് അവരെ പിടിച്ചതെങ്കിൽ 120B ഇട്ടേനെ. പക്ഷേ ഇട്ടിട്ടില്ല. 144 എത്രയാ, അങ്ങനെ ചെറിയ വകുപ്പുകളാണ് ഇട്ടിട്ടുള്ളത്. 143, 147, 148 തുടങ്ങിയ വകുപ്പുകളാണ്. അവിടെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്ത സംഭവം നിങ്ങൾ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പോലീസിന്റെ കണക്കിൽ അതില്ല. പോലീസിന്റെ കണക്കിൽ അതുണ്ടായിരുന്നു എങ്കിൽ വകുപ്പുകൾ ഇതാകുമായിരുന്നില്ല. എന്റെ പോലീസ് സ്റ്റേഷനാണത്, എന്റെ പോലീസ് സ്റ്റേഷൻ. അത് ഞാൻ ജീവിക്കുന്ന പ്രദേശത്തെ പോലീസ് സ്റ്റേഷനാണത്. ഞാൻ അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടുത്തെ തലശ്ശേരി CI ഉൾപ്പെടെ, തലശ്ശേരി ന്യൂമാഹി സ്റ്റേഷൻ SI ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ക്രൈമിനകത്ത് ഞങ്ങൾ 3 പേരെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടറോട് ഉൾപ്പെടെ ചോദിക്കണം. അവരുൾപ്പെടെ പറയുന്നത് പ്രതിമ തകർത്ത കേസിനകത്താണ് പിടിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലാണല്ലോ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത് രാവിലെ.
അപ്പൊ നിങ്ങൾ ഉൾപ്പെടെ രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ പറഞ്ഞ വാർത്ത തെറ്റാണെന്നല്ലേ ഇപ്പൊ നിങ്ങൾ തുടരുക. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ഇക്കാര്യത്തിൽ വാർത്ത തെറ്റോ ശരിയോ എന്നുള്ളതല്ല, വളരെ സങ്കീർണമായ ഒരു പൊളിറ്റിക്സ് നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ നിലയിൽ ഒരു പ്രതിമ തകർത്ത സംഭവത്തിലാണ് പോലീസിനെ പിടിച്ചതെന്ന് ഷംസീറും, അതല്ല വെറും സ്തൂപം തകർത്ത കേസിലാണ് എന്ന് BJPയും, താങ്കൾ പറയുന്നത് ഇത് ഇരുട്ടിൻ്റെ മറവിലാണ്, അതുകൊണ്ട് എന്താണെന്ന് വ്യക്തമാകട്ടെ എന്ന നിലയിലേക്കൊക്കെ പോകുന്നത്. അതിലൊരു തീർപ്പ് വരുത്തിയില്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അന്വേഷിക്കണം നികേഷ്, അതിൻ്റെ അകത്ത് അന്വേഷിക്കണം. ഇപ്പം പ്രതികളെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ, CPM കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിലെ പ്രതികളെ BJP നേതൃത്വം പോലീസിൻ്റെ മുൻപിൽ ഹാജരാക്കി. അത് ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് അവർക്ക് ബെയിൽ കൊടുത്ത് വിടുന്നു. ഇതൊരു അന്വേഷണം നടക്കട്ടെ. ഒരു കേസിനെ സംബന്ധിച്ച് 6-ാം തീയതിയിലെ സംഭവം ഇന്ന് 8-ാം തീയതിയാണ്. ഈ ഒരു കേസിൽ അന്വേഷിക്കട്ടെ, ആരൊക്കെയാണ് സംഭവത്തിലുണ്ടായത്, ആരൊക്കെയാണ് സംഭവം കണ്ടത്, അതിന്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സണ്ണി ജോസഫ്, എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല എങ്കിൽ പോലും ശ്രീ സണ്ണി ജോസഫിന് അതിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവും. ഇതൊക്കെ കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന കാര്യമാണ്. അവിടെ CPMന്റെ ആഫീസിൽ ഒരു പ്രതിമ കണ്ടു, വലിച്ചെറിഞ്ഞു, പൊട്ടിച്ചു, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അതിനകത്ത് സാമൂഹ്യ സ്പർദ്ധാ വിഷയമൊന്നുമില്ല എന്നുള്ളതാണല്ലോ മറ്റൊരു വാചകത്തിൽ താങ്കൾ പറയുന്നത്. ഇവിടെ RSSഉം CPMഉം തമ്മിൽ അടിക്കുമ്പോൾ കോൺഗ്രസിനാണ് നേട്ടം എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതിനനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത്? അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലല്ല, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ CPM പറയുന്നത് വിശ്വസിക്കാനാകില്ല എന്നായിരിക്കും ഒരുപക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ്, RSSഉം CPMഉം തമ്മിലടിക്കുന്നത് കോൺഗ്രസിന് നേട്ടം, UDFന് നേട്ടം എന്ന നിലയിലാണോ വിലയിരുത്തൽ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ കോട്ടം? ഞങ്ങൾക്ക് കോട്ടമൊന്നുമില്ല. ഇവർ തമ്മിൽ അടിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. നാട്ടിൽ സമാധാനം വേണം. CPM അവരുടേതായ പ്രവർത്തനം നടത്തട്ടെ, അത് ജനാധിപത്യ രീതിയിലായിരിക്കണം. BJPക്ക് അവരുടേതായ പ്രവർത്തനം ജനാധിപത്യ രീതിയിൽ നടത്തട്ടെ. സംഘടനകൾ ഉപേക്ഷിക്കുക, ആശയപ്രചരണങ്ങൾ നടത്തുക, ഇരുഭാഗത്തും സമാധാനത്തിലേക്ക് വരിക. അതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ജനാധിപത്യ ശൈലിയിലേക്ക് വരട്ടെ. കോട്ടമല്ല എന്ന് സണ്ണി ജോസഫ് പറയുമ്പോൾ ശ്രീ ഷംസീർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ഈഴവ വോട്ടുകൾ ഒലിച്ചു പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇന്നലത്തെ ക്ഷീണം അകറ്റാൻ ഇന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർത്ത സംഭവം ഉപയോഗിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. അത് ഇന്നലെ ക്ലിക്ക് ചെയ്തില്ല, ഇന്ന് ക്ലിക്ക് ചെയ്തു, അത് വാർത്താ മാധ്യമങ്ങളിൽ വന്നു എങ്കിൽ പോലും വലിയ നേട്ടമുണ്ടായി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? SNDP യോഗം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നിങ്ങളുടെ നിശ്ചലത ദൃശ്യത്തെക്കാൾ ഗൗരവമായി എടുക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർത്ത സംഭവമായിരുന്നു. അവർക്ക് പോലും വേണ്ട നിങ്ങളുടെ ഈഴവ പ്രേമം. ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ കേരളത്തിലെ അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യക്കകത്ത്. ഇവിടെ ഒരു കാര്യം ഈ പ്രതിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. FIR-നകത്തുണ്ട്, ഈ പ്രതിമ തകർത്തത് ഉൾപ്പെടെയുള്ള FIR-നകത്തുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. റിപ്പോർട്ടറിന്റെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ടർ പോയി ന്യൂമാഹി സ്റ്റേഷനിൽ അന്വേഷിക്കട്ടെ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സണ്ണി വക്കീലെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ BJP വക്കീലിനെ പോലെ വാദിക്കല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ അക്രമം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ ഇവിടെ ഒരുപാട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ കാലയളവിൽ കേരളത്തിൽ ഞങ്ങൾ ഓർഗാനിക് ഫാമിങ്ങിന്റെ ഭാഗമായി ജൈവ പച്ചക്കറി കൃഷി നടത്തി. അത് കേരളത്തിൽ CPM-ഉണ്ടാക്കിയ വലിയ മുന്നേറ്റമുണ്ട്. അതുപോലെ കണ്ണൂർ ജില്ലക്കകത്ത് ഞങ്ങൾ ആതുര സേവന രംഗത്ത് IRPC നടത്തുന്ന പ്രവർത്തനം, ഇത്തരം പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ആതുര സേവന രംഗത്ത് രോഗിയായി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, അതോടൊപ്പം തന്നെ ജൈവ പച്ചക്കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്, മാലിന്യ സംസ്കരണത്തിനാണ് ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. അല്ലാതെ അക്രമത്തിന്റെ മാർഗം സ്വീകരിച്ച് കീഴ്പ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ജനങ്ങൾക്കറിയാം CPIM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിന് വേണ്ടി വഹിച്ച പങ്ക് എല്ലാ ആളുകൾക്കും അറിയാം. കേരളം പരശുരാമൻ മഴുവെറിഞ്ഞലുണ്ടായത്, കേരളം ഉണ്ടായത് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടുണ്ടാക്കിയ കേരളമാണ്. അതുകൊണ്ട് പങ്കെടുത്തതിന്